ഏകദേശം 16-17 മണിക്കൂറും വാപ്ചി വർക്ക് ചെയ്തത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവാനായിട്ട് വർഷങ്ങളോളം എടുത്തിട്ടുണ്ട്. എൻ്റെയും വാപ്ചിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഫാമിലി ആയിട്ട് ഒരു ഉംറയ്ക്ക് പോകണമെന്നുള്ളത്. അത് നടക്കാൻ പോകുന്ന ഒരു നിമിഷമാണ് കേട്ടോ കടന്നു പോകുന്നത്. ആ യാത്രാ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു ഉംറ ക്ലാസ് നമ്മുടെ അൽബൈത്ത് എന്ന് പറഞ്ഞ ട്രാവൽസ് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ തന്നെ നമുക്കൊരു ക്ലാസ് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് ഉംറ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു. ക്ലാസ് നിർവഹിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നത് സുലൈമാൻ ഉസ്താദായിരുന്നു. ഉംറയുടെ ഫർളുകളും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്തുള്ള ലഗേജിൽ എന്തിടണം, അതല്ലെങ്കിൽ ഹാൻഡ് ബാഗിൽ എന്തൊക്കെ വേണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നാണ് കേട്ടോ നമ്മൾ ഉംറയ്ക്ക് പോകാനായിട്ട് പോകുന്നത്. ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് ഭീമാപ്പള്ളി കയറി സന്ദർശിച്ചതിന് ശേഷം പോകുന്ന വഴിയിൽ തന്നെ വലിയാപ്പയുടെ കൂട്ടുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ യാത്ര പറഞ്ഞ ശേഷം ഇനിയിപ്പോൾ നേരെ എയർപോർട്ടിലോട്ടാണ്. ഏകദേശം 34 പേര് അടങ്ങുന്ന ഒരു ഉംറ പാക്കേജിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ യാത്രയാക്കാൻ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ സുലൈമാൻ ഉസ്താദ് പറയുന്ന പോലെ ആയിരിക്കും ചെയ്യാറ്. അതുപോലെ ഉംറ പാക്കേജിൽ വന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് തന്നെ നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കുന്നിടത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാനാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ മുഖത്ത് സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ് കേട്ടോ നടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റും, മസ്കറ്റിൽ നിന്ന് നേരെ ജിദ്ദ, അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഒമാൻ എയർവേസിന്റെ നല്ല രീതിയിലുള്ള ഭക്ഷണവും കഴിച്ച് നമുക്ക് ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റ് 3.5 മണിക്കൂറോളം യാത്ര വരുന്നുണ്ട്. ഏകദേശം മസ്കറ്റ് എയർപോർട്ടിൽ നമുക്ക് 3.5 മണിക്കൂറാണ് കേട്ടോ ലേ ഓവർ ഉള്ളത്. ഉംറയ്ക്ക് പോകാനുള്ള ഇഹ്റാം വസ്ത്രം ധരിക്കുന്നത് നമ്മൾ മസ്കറ്റ് എയർപോർട്ടിൽ നിന്നാണ്. അങ്ങനെ മസ്കറ്റ് എയർപോർട്ടിലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകുന്നത് അവിടുത്തെ വെയിറ്റിംഗ് ഏരിയയിലാണ്. അവിടെ ചെന്ന് നമ്മൾ നേരെ പോയി ഒളു എടുത്ത് ഇഹ്റാം വസ്ത്രം ധരിച്ച് അവിടെ നിന്നാണ് കേട്ടോ നിയത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. മസ്കറ്റിൽ നിന്ന് ജിദ്ദയിലോട്ട് ഏകദേശം 3.25 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ എയർപോർട്ടിൽ നിന്ന് നേരെ നമുക്ക് റൂമിലോട്ട് പോകാനായിട്ട് ബസ് തന്നെ നമ്മുടെ ട്രാവൽസ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ കയറി നമ്മൾ ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് വെളിയിലെത്തി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കിടിലൻ ബസ്സായിരുന്നു. നമ്മൾ ആ ഒരു ബസ്സിലാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ റൂമിലോട്ട് യാത്ര തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ വിസയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിന്റെ അടുത്തായിട്ടുള്ള സ്ട്രീറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മക്കയിലെ ആ ഒരു ക്ലോക്ക് ടവറിന്റെ വ്യൂ കാണാൻ കഴിയും. മക്കയുടെ അടുത്തായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഡ്രീമായ ഉംറ ചെയ്യാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. സന്തോഷം കൊണ്ട് കരയണോ ചിരിക്കണോ എന്ന് അറിയാത്ത ഒരു നിമിഷമായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മക്കയെ ലക്ഷ്യം വെച്ച് തന്നെ നമ്മൾ നടക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാ അങ്ങനെ നമുക്ക് എന്തായിരുന്നാലും ഉംറ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മസ്ജിദിൽ കയറി നല്ല രീതിയിലുള്ള തവാഫ് ചെയ്തു, സൈ ചെയ്തു. അങ്ങനെ നമ്മൾ മുടിയും മുറിച്ച് നേരെ നമ്മളുടെ റൂമിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ എന്തായിരുന്നാലും ചുരുക്കിയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. എൻ്റെ ലൈഫിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമയത്തിലൂടെയാണ് കേട്ടോ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്.